സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ കെ രാജു അവരെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പുസ്തക ചർച്ച ആരംഭിക്കുകയാണ്. തോപ്പിൽ പാസിയുടെ തിരഞ്ഞെടുത്ത കൃതികൾ പ്രഭാത് ബുക്ക് ഹൗസ് അതിൻ്റെ 3 വാല്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. 4 വാല്യങ്ങളായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. 3 വാല്യം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. സമയബന്ധിതമാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാമല്ലോ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം സമയബന്ധിതമായി. അരമണിക്കൂറാണ് നമുക്ക് മൊത്തത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ ലളിതമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ വേണ്ടി പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ജനറൽ മാനേജർ പ്രൊഫസർ എം ചന്ദ്രബാബുവിനെ ക്ഷണിക്കും. പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച തോപ്പിൽ ഭാസിയുടെ കൃതികളുടെ സമാഹാരം 3 ഗ്രന്ഥങ്ങളിലായിട്ടാണ് പ്രകാശിതമായത്. കേരള നിയമസഭയിലെ ആദ്യ നിയമസഭയിലെ അംഗമായിരുന്നു തോപ്പിൽ ഭാസി. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ സർഗാത്മക സാഹിത്യകാരന്മാരിൽ ഒന്നാമത് നിൽക്കുന്ന ആളാണ് തോപ്പിൽ ഭാസി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി പോലെയുള്ള നാടകങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വരുത്തിയ സ്വാധീനം ചെറുതല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയപ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു തോപ്പിൽ ഭാസി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷവും നമ്മെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഇന്നും വായിക്കപ്പെടുന്ന കൃതികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്തായ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രഭാതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മെമ്പറും മുൻ മന്ത്രിയുമായ ശ്രീ കെ രാജു അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഭാതിൻ്റെ ചെയർമാനും സാഹിത്യകാരനും മുൻ മന്ത്രിയുമായ പ്രഗത്ഭ പ്രഭാഷകനുമായ ശ്രീ സി ദിവാകരൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ തോപ്പിൽ ഭാസിയുടെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുന്നത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പ്രഭാ സാംസ്കാരിക സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഒ പി വിശ്വനാഥനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണം കേൾക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രഭാതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഭാതിൻ്റെ ചെയർമാൻ ശ്രീ സി ദിവാകരൻ അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹിതരെ, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ സാഹസികമായ ഒരു പരീക്ഷണമാണ്, അതിൻ്റെ ഔപചാരികമായ ഒരു തുടക്കമാണ് ഞങ്ങളിവിടെ കുറിക്കുന്നത്. പുസ്തക ചർച്ചകൾക്ക് പഴയതുപോലെയൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. വളരെ കുറവാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക. സാഹിത്യ ചർച്ച തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ച മട്ടാണ്. പണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ചർച്ചാവേദി ഉണ്ടായിരുന്നു. അതൊരു ഒറ്റയാൻ പട്ടാളമായിരുന്നു, ബാബു. അദ്ദേഹത്തെ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ഈ തിളച്ച് മറിയുന്ന തലസ്ഥാന നഗരിയിൽ കൃത്യമായിട്ട് ബാബു എല്ലാ മാസവും കൃത്യസമയത്ത് 5 മണിക്ക് ചർച്ച ആരംഭിക്കും, ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ച്. ബാബു അതിന് ചെയ്യുന്നത്
പോസ്റ്റ് കാർഡിൽ ബാബുവിനെ അറിയുന്നുള്ള ആളുകൾ കത്തയക്കും. 5 മണിയെന്ന് പറഞ്ഞാൽ 2 പേരുണ്ടെങ്കിലും ബാബു 5 മണിക്ക് തുടങ്ങിയിരിക്കും, ആരെയും കാത്തിരിക്കും. ബാബുവിൻ്റെ നിര്യാണം തിരുവനന്തപുരത്തെ സാഹിത്യ ചർച്ചാവേദികളുടെ മരണമായിരുന്നു. ഒരു പുനർജന്മത്തിന് വേണ്ടി പ്രഭാത് ബുക്കോസ് ശ്രമിക്കുകയാണ്. ഈ ചർച്ചകൾ എങ്ങനെയാണ് നമുക്ക് സജീവമായി കൊണ്ടുപോകാൻ കഴിയുക? ജനങ്ങൾ പുസ്തകം വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷെ ഒരു പൊതുവേദിയിൽ ഒരു എഴുത്തുകാരൻ്റെ അവൻ്റെ കലാസൃഷ്ടിയെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നത് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അവാർഡാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഞങ്ങൾ ആൾക്കൂട്ടം നോക്കുന്നില്ല. കേരളത്തിൻ്റെ കല, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്ത് വിസ്ഫോടനമായിരുന്ന തോപ്പിൽവാസി എന്ന അനുഗ്രഹീതനായ, അതുല്യനായ, ഉജ്ജ്വലനായ ഒരു എഴുത്തുകാരൻ്റെ എല്ലാ രചനകളും ഞങ്ങൾ സമാഹരിച്ചു. തോപ്പിൽവാസിയുടെ കംപ്ലീറ്റ് വർക്ക്സ് ഇറക്കുന്ന ഏക പ്രസിദ്ധീകരണശാലയാണ് പ്രഭാത് ബുക്കോസ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി മുതൽ നിരവധി നാടകങ്ങൾ, 10 22 നാടകങ്ങൾ, ഓരോ നാടകങ്ങളും കേരളത്തിലെ നാടക ആസ്വാദകരെ ഹരം പിടിപ്പിച്ചതാണ്. തോപ്പിൽവാസിയുടെ ഒളിവിലെ ഓർമ്മകൾ അനശ്വരമായ ഒരു കൃതിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് വീണ്ടും വീണ്ടും ഞാൻ വായിക്കുന്ന, പലപ്പോഴും സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കുന്ന ഒരു പുസ്തകം തോപ്പിൽവാസിയുടെ ഒളിവിലെ ഓർമ്മകളാണ്. അതിൽ പ്രസ്ഥാനമുണ്ട്, ജനങ്ങളുണ്ട്, വിപ്ലവമുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. നമ്മൾ ഏതോ ഒരു ലോകത്തേക്കാണ് തോപ്പിൽവാസി കൊണ്ടുപോകുന്നത്. അത് വായിച്ചാൽ തറയിൽ വെക്കില്ല, പുസ്തകം വായിച്ചാൽ അതടക്കം ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷമുള്ള തോപ്പിൽവാസിയുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ഈ സമാഹാരത്തിലുണ്ട്. അപ്പോൾ തോപ്പിൽവാസിയുടെ നാടകങ്ങൾ സമാനതകളില്ലാത്ത നാടകങ്ങളാണ്. ഒരു പക്ഷേ മലയാളത്തിലല്ലായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അവാർഡ് വാങ്ങാൻ കഴിയുന്നൊരു നാടകമാണ്. ഇത്രയേറെ സ്റ്റേജുകളിൽ ഇത്രയേറെ ആളുകൾ ആസ്വദിച്ച മറ്റൊരു കലാസൃഷ്ടി കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. ഇന്നും ഞങ്ങളുടെ KPSC അവിടെ നാടകം വേണമെന്നാവശ്യപ്പെടുന്നവരുടെ ആദ്യത്തെ ഡിമാൻഡ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും മലയാളികളായ നമ്മൾ തോപ്പിൽവാസിയോട് നീതി കാണിച്ചോ എന്നുള്ള ഒരു ചോദ്യം നമ്മളെല്ലാം അലട്ടുന്നുണ്ട്. ഞങ്ങളെ അലട്ടുന്നുണ്ട്. പ്രഭാത് ബുക്കോസിന് അദ്ദേഹം നടന്ന വഴികൾ ആർക്കും നടക്കാൻ കഴിയാത്ത വഴികളാണ്. ആ വഴികളെല്ലാം ഇന്ന് ഏകാന്തമാണ്. തോപ്പിൽവാസിയുടെ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. വള്ളികുന്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിപ്ലവ ചരിത്രത്തിൻ്റെ ഒരു നക്ഷത്രമാണ് വള്ളികുന്നം. ആ വള്ളികുന്നം അവിടെ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു തീർത്ഥാടനം പോലെയാണ്, ഒരു തീർത്ഥയാത്രയാണ്. ഞാൻ ആ കുടുംബത്തിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ഇന്ന് ആ കുടുംബവും ആ മുറ്റവും എല്ലാം നിശബ്ദമാണ്, ശോകമുഖമാണ്. തോപ്പിൽവാസിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മറക്കുകയാണ്. മറക്കുക ഒരു വലിയ അനുഗ്രഹമാണെന്ന് ആളുകൾ പറയും. പക്ഷേ എല്ലാം മറക്കാൻ പറ്റുമോ നമുക്ക്? അത് സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണ്. തോപ്പിൽവാസി ആരുടെയും സൗജന്യത്തിൽ ആരെങ്കിലും ഗോഡ് ഫാദറായി
ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ച് ആരുടെയെങ്കിലും കൊണ്ട് പത്രങ്ങളിൽ എഴുതിപ്പിച്ച് പ്രശസ്തി നേടിയ ആളല്ല. നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഒളിവിലിരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതെല്ലാ രചനകളും മിക്കവാറും ഉള്ളത്. അങ്ങനെ ഒരു ജീവിതവും ആർക്കെങ്കിലും കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഒരുപാട് നേതാക്കന്മാർ ഒളിവിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ കലാസൃഷ്ടി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ഇടപെടലുകൾ നടത്താനുള്ള ഒരു വജ്രായുധമായിരുന്നു തോപ്പിൽ ഭാസിയുടെ എല്ലാ കൃതികളും. ആ പേര് തന്നെ, അങ്ങനെ ഒരു പേര് പിന്നെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഒരുപാട് നാടകങ്ങൾ കണ്ട അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരു നാടകം, പിന്നെ എന്തെല്ലാം നാടകങ്ങളാണ് സമകാലീനമായിട്ടുള്ള. ഞാൻ എല്ലാ നാടകങ്ങളും കണ്ട ഒരാളാണ്. KPSയുടെ എല്ലാ നാടകവും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായപ്പോൾ തോപ്പിൽ ഭാസിയുടെ മനസ്സിനെ പിടിച്ച് ഉലച്ചു. അതൊരു കുടുംബത്തിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പറയുന്ന ഒരു നാടകമാണ് യുദ്ധകാന്ഡം. യുദ്ധകാന്ഡം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിലെ കഥാപാത്രങ്ങളെല്ലാം. സർവേക്കല്ല് നമ്മുടെ ജന്മിത്വത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സർവേക്കല്ല് നാടകത്തിൽ അദ്ദേഹം ഉയർത്തിയത്. ഓരോ നാടകങ്ങളും അതുപോലെ. എല്ലാം ഞാൻ പറയുന്നതിന് സമയപരിമിതി കാരണം പഠിച്ചാലും വായിച്ചാലും ആസ്വദിച്ചാലും മതി വരാത്ത ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ 2-3 വാക്കുകളിൽ കൂടി പരസ്പരം പറഞ്ഞ് നമ്മൾ അത് ആസ്വദിക്കുന്നത്. എത്രയോ വോളിയങ്ങളുണ്ട്, എത്രയോ മണിക്കൂറുകൾ വായിച്ചാൽ തീരാതെ. ഞാൻ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ ഇന്ന് കൊണ്ടുപോയാൽ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് അത് വായിച്ച് നിങ്ങൾ ഉറങ്ങും. അങ്ങനെ ഒരു മാസ്മരക ശക്തി വായനക്കാരൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറാൻ കഴിയുന്ന എത്ര കൃതികളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ, എനിക്കറിയില്ല. അങ്ങനെയുള്ള തോപ്പിൽ ഭാസിയുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ സാഹസികമായ ശ്രമമാണ് നടത്തിയത്. വള്ളിക്കാവ് മോഹൻദാസ്, ചന്ദ്രബാബു, ഇതിനൊരു എഡിറ്റോറിയൽ ബോർഡ് തന്നെ ഞങ്ങളുണ്ടാക്കി. അവരെല്ലാം എഡിറ്റ് ചെയ്തതാണ്. ഇത് ചർച്ചയിൽ എല്ലാവരും 2-3 മിനിറ്റ് കൊണ്ടൊക്കെ സംസാരിക്കാം. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുസ്തകം പ്രഭാത് കോസിൻ്റെ സ്റ്റാളിലുണ്ട്. അത് വാങ്ങണം, സഹകരിക്കണം, സഹായിക്കണം. തോപ്പിൽ ഭാസിയുടെ ഓർമ്മകൾ കൈമാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. മൂന്ന് വോളിയങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ സ്റ്റാളിൽ ഇപ്പോൾ അത് ലഭ്യമാണ്. ചെയർമാൻ പറഞ്ഞതുപോലെ എല്ലാവരും തോപ്പിൽ ഭാസിയുടെ ഈ തിരഞ്ഞെടുത്ത കൃതികളുടെ 3 വാള്യങ്ങൾ വാങ്ങിക്കുന്നതിന് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയം വളരെ കുറവാണ്. പ്രഭാതിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള വള്ളിക്കാവ് മോഹൻദാസ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. തോപ്പിൽ ഭാസി ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയർമാനോട് വിശദീകരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. 1957 ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം ഭരണിക്കാവിൽ നിന്നാണ്. ഭരണിക്കാവ് അന്ന് ഇപ്പോൾ അങ്ങനൊരു നിയോജകമണ്ഡലം ഇല്ല, ഭരണിക്കാവ് എന്ന പേരിലൊരു നിയോജകമണ്ഡലം ഇല്ല. ഭരണിക്കാവ് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഉൾപ്പെട്ടു വരുന്ന 4-5 പേരെ അസംബ്ലിയിലെ അവരെ എല്ലാവരെയും കൂടെ ചേർത്തായിരുന്നു ജിഞ്ചർ ഗ്രൂപ്പ് എന്നൊന്ന് പറഞ്ഞിരുന്നത്. ശ്രീ പട്ടന്താണ് പിള്ളയും അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ നിയമസഭാ സാമാജികന്മാർ അവരോടൊപ്പം അവരെതിർക്കുന്ന പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഭരണപക്ഷത്ത് EMSൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം. അപ്പോൾ സ്വാഭാവികമായും പ്രഗത്ഭന്മാരായിട്ടുള്ള അവരെ പ്രതിപക്ഷത്തെ
MLA-മാരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ജിഞ്ചർ ഗ്രൂപ്പ്, അതിന് നേതൃത്വം നൽകിയത് സഖാവ് തോപ്പിൽ ഭാസി ആയിരുന്നു എന്നുള്ളത് അഡീഷണലായിട്ട് ചെയർമാൻ പറഞ്ഞതിനോടൊപ്പം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വള്ളിക്കാവ് മോഹൻദാസിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥത്തിൽ ഒരു മഹാസമുദ്രത്തെ ഒരു കൈക്കുമ്പിളിലെടുത്ത് നിങ്ങളുടെ മുന്നിൽ കാട്ടുക എന്ന സാഹസമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത്. തോപ്പിൽ ഭാസി എന്ന മഹാനായ എഴുത്തുകാരൻ, ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ വിപ്ലവകാരി, ഈ നിയമസഭ, ഈ മന്ദിരമല്ലെങ്കിലും നേരത്തെയുള്ള നിയമസഭാ മന്ദിരത്തിൽ ഒരു ദിവസം മുഴുവൻ ഒരു നാടകത്തെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. ഇന്ത്യയുടെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു സംഭവമാണ് ഒരു ദിവസം മുഴുവൻ ഒരു നാടകത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവുക എന്നത്. അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം നിരോധിച്ച ഘട്ടത്തിലാണ്. അന്ന് ആ നാടകം തിരുക്കൊച്ചി സർക്കാരാണ് ആ നാടകം നിരോധിക്കുന്നത്. പട്ടംതാണ് പിള്ള അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. ആ നാടകത്തെ നിരോധിച്ചപ്പോൾ ആ നാടക നിരോധനത്തിനെതിരെയുള്ള ചർച്ചയാണ് ഒരു ദിവസം മുഴുവൻ നടന്നത്. അവസാനം നാടകത്തിൻ്റെ നിരോധനം പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന്. ആ തരത്തിൽ നിയമസഭയുമായി നേർബന്ധമുള്ള ഒരു ചടങ്ങാണ് ഇത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിയമസഭയിൽ നാടകം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. അതേ നിയമസഭയുടെ പിൽക്കാലത്തെ ചരിത്രത്തിൽ ഇതാ ആ നാടകത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ ഔദ്യോഗികമായി നടക്കുകയാണ്. കാലത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു മാറ്റം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തോപ്പിൽ ഭാസി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ കൃതികൾ, അദ്ദേഹം 18 നാടകങ്ങൾ, അദ്ദേഹത്തിൻ്റെ 2 ആത്മകഥകൾ, ഒളിവിലെ ഓർമ്മകൾ, ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം. ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥയുടെ പ്രത്യേകത, ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായിട്ടാണ് ഒരു യുവാവിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലത്തെ കത്തുന്ന യൗവനത്തിലെ ജീവിതത്തെയാണ് ആ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നത്. 35-ാമത്തെ വയസ്സിലാണ് ആ ആത്മകഥ എഴുതുന്നത്. തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകൾ എഴുതുന്ന കാലഘട്ടം വരെ ചെറുപ്പക്കാരും ആത്മകഥ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ആത്മകഥ എഴുതുന്നത് 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അക്കാലത്ത് ആത്മകഥ എഴുതുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് പോകുന്നു. ഇനി ജീവിതമില്ല എന്ന് കരുതുമ്പോഴാണ് ആത്മകഥ എഴുതുന്നതിനെക്കുറിച്ച് അന്നത്തെ എഴുത്തുകാർ ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ജീവിതം തുടങ്ങുന്ന ഒരാൾ, ജീവിതത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുക എന്ന സാഹസം. എന്തൊരു അത്ഭുതമാണ്! ഒരു എഴുത്തുകാരൻ്റെ ധൈര്യം ആലോചിച്ച് നോക്കുക. അതും ഒളിവിലെ ഓർമ്മകൾ എന്നു തന്നെയാണ് ആത്മകഥയുടെ പേര്. അപ്പോൾ ഒരാളിൻ്റെ ചെറുപ്പത്തിൽ, യൗവനത്തിലെ 5 വർഷം എങ്ങനെയാണ് ഒരു ആത്മകഥയായി ആളുകളുടെ മുൻപിലേക്ക് വരുന്നത്? ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ചെറുപ്പക്കാരൻ ഒരാൾ എഴുതിയ ഒരു ആത്മകഥയുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്, ബൊളീവിയൻ ഡയറി എന്ന കഥ. ബൊളീവിയൻ ഡയറി എങ്ങനെയാണോ ഈ ലോകത്തിൽ ആളുകൾ വായിച്ചെടുത്തത്, അതുപോലെയാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതിക്ക് സ്ഥാനം അതാണ് എന്ന് പറയേണ്ടി വരും. ഒളിവിൽ പോയിരിക്കുമ്പോഴാണ് തോപ്പിൽ ഭാസി ഈ ആത്മകഥയുടെ സന്ദർഭങ്ങൾ മുഴുവൻ ഒളിവിലാണ്. ഒളിവിലിരിക്കുന്ന സന്ദർഭത്തിൽ എഴുതിയ ഈ ചെറുപ്പക്കാരൻ്റെ ഈ ആത്മകഥ ഇന്നും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരൻ ആവേശപൂർവ്വം വായിക്കുകയാണ്. അത്രയും വർഷത്തിന് മുൻപ് അദ്ദേഹം എഴുതിയ ആത്മകഥ ഇന്നത്തെ ചെറുപ്പക്കാരനും ആവേശപൂർവ്വം വായിക്കുന്നു. പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ബെസ്റ്റ് സെല്ലറാണ് ഇപ്പോഴും. എല്ലാ വർഷവും 2 എഡിഷനെങ്കിലും ഒളിവിലെ ഓർമ്മകൾ പുറത്തിറങ്ങുന്നു. പുതിയ വായനക്കാരൻ, പുതിയ ചെറുപ്പക്കാരൻ അത് ആവേശത്തോടെ വായിക്കുകയാണ്. ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതി, ആത്മകഥ ഒരിക്കലും നിങ്ങൾക്ക് ഹൃദയമെടുത്ത് കൈ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുകയുള്ളൂ. അനായാസനെ വായിച്ചു പോകാവുന്ന ഒരു ആത്മകഥയേ അല്ലത്. ആ ആത്മകഥ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ ബഹുമാനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ആത്മകഥ കയ്യിലെടുത്താൽ നിങ്ങളത് വായിച്ച് തീരുന്നത് വരെ അത് നിലത്ത് വയ്ക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹൃദയം മുറ്റി നിൽക്കുന്ന, ഹൃദയവും അഭിമാനത്തോടെ ശിരസുയർത്തി പിടിച്ചുകൊണ്ടും വായിക്കേണ്ട ഒരു കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതിയിൽ ചിലയിടത്ത് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് നാടകീയമാണ്, തികച്ചും നാടകീയമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഒരു പാവപ്പെട്ട പുലക്കുടിലിൽ അദ്ദേഹം ഒളിവിൽ ചെല്ലുമ്പോൾ ആ കുടിലിൽ ആകെയുള്ള ഒരു മുറി മാത്രമാണ്. അതും ഓല കൊണ്ട് വളച്ചു കെട്ടിയ ഒരു മുറി മാത്രമാണ്. ആ മുറിയിൽ 6 കുടുംബാംഗങ്ങളുണ്ട്. ഈ 6 പേർ കൂടാതെ ഒരാൾ കൂടി ഒളിവിൽ വരികയാണ്. ഏറ്റവും പാവപ്പെട്ട ആളുകൾ. അവിടെ കിടക്കാൻ സ്ഥലമില്ല. പാവിരിക്കുമ്പോൾ പായ വിരിക്കാൻ സ്ഥലമില്ല. ആകെയുള്ളത് എന്താണ്? അടുപ്പ് കല്ലുകൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണുള്ളത്. ഈ അടുപ്പ് കല്ലുകൾ പറിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു അരിപ്പ ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പയുടെ പ്രത്യേകത, പായകൾ ഇപ്പോൾ ആരും പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. അരിപ്പയുടെ പ്രത്യേകത, അത് തറയുള്ള തണുപ്പ് ദേഹത്തടിക്കും, ചൂടുണ്ടെങ്കിൽ ചൂട് ദേഹത്തടിക്കും. അത്രമാത്രം കട്ടി കുറഞ്ഞ പായയാണ്. ഈ പായ വിരിച്ചിട്ട് അവിടെ ഈ സഖാവിനെ കിടത്തുകയാണ്. പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കൊല ചെയ്യപ്പെടും എന്നറിയാം. ഈ പാവപ്പെട്ട കർഷകർക്കറിയാം. അവരെപ്പോഴെങ്കിലും പോലീസ് പിടിക്കുകയാണെങ്കിൽ ആ നിമിഷം അവർ അകത്ത് ഒരിക്കലും പുറത്ത് കാണുകയില്ല. പക്ഷേ ജീവിതത്തെ പണയം വെച്ചുകൊണ്ട്, ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവർ ആ അടുപ്പുകല്ല് പറിച്ചു മാറ്റിയിട്ട് അവിടെ കിടത്തുകയാണ്. തോപ്പിൽ ഭാസി എഴുതുന്നു, ഞാൻ ഈ അടുപ്പുകല്ലുകൾ പറിച്ചു മാറ്റിയിടത്തെ ചെറിയ അരിപ്പായുടെ പുറത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ പുറത്ത് ചൂടടിക്കുന്നു എന്ന് അദ്ദേഹം പറയും. എന്താണ്? രാത്രിയിൽ അത്താഴം വെച്ചതിൻ്റെ ചൂട് ദേഹത്തടിക്കുകയാണ്. അദ്ദേഹം എഴുതുന്ന അടുത്ത വാചകം നമ്മളെ വല്ലാതെ തകർത്തു കളയും. അദ്ദേഹം പറയുകയാണ്, ഈ ചൂട് വിശ്വാസത്തിൻ്റെ ചൂടാണ്.
ഈ ചൂട് പ്രതിബദ്ധതയുടെ ചൂടാണ്. ഈ ചൂട് ഒരു സഖാവിനെ സംരക്ഷിക്കുക, നാടിനെ സംരക്ഷിക്കുക, അഭിമാനം സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക എന്നതിൻ്റെ ദേശസ്നേഹത്തിൻ്റെ ചൂടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. നോക്കുക, തങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, പക്ഷേ ആ സാഹസം ഏറ്റെടുക്കുകയാണ് പാവപ്പെട്ട പുലക്കൂടിലെ സാധാരണ കർഷകൻ. അവർ കെട്ടിപ്പടുത്തതാണ് ഈ രാജ്യം, അവർ കെട്ടിപ്പടുത്തതാണ് ഈ ലോകം, അവർ കെട്ടിപ്പടുത്ത ഈ ലോകത്തെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം അദ്ദേഹം ആവിഷ്കരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് അവസാന കാലം വരെ അദ്ദേഹം എഴുതിയതെല്ലാം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ 11 നാടകങ്ങൾ എടുത്താൽ നമുക്കറിയാം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലാണ് ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായിട്ട് ഒരു കീഴാള പെൺകൊടി അരങ്ങിലേക്ക് കടന്നു വരുന്നത്. അരങ്ങിൽ ആദ്യമായി ഒരു കീഴാള പെൺകൊടി നായികയാവുകയാണ് മാല എന്ന കഥാപാത്രം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കഥാപാത്രം ഇന്ത്യൻ നാടകവേദിയിൽ ഉണ്ടാകുന്നത്. അതുവരെ വളരെ വലിയ കഥാപാത്രങ്ങൾ, ഉയർന്ന സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് നായികമാരായി ഉണ്ടായിരുന്നത്. ആദ്യമായി ഒരു കീഴാള പെൺകൊടിയെ നായികയാക്കുക എന്ന സാഹസവും തോപ്പിൽ ഭാസിയാണ് നടപ്പിലാക്കിയത്. അദ്ദേഹം ഒളിവിലിരുന്നുകൊണ്ട് സോമൻ എന്ന പേരിലെത്തിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. ആ നാടകത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാരണവർ, നാടകത്തിലെ പ്രധാനപ്പെട്ട കാരണവർ ആദ്യം പറയുന്നുണ്ട്, ഈ പറയുന്ന ഈ പാവപ്പെട്ട മാലയും അച്ഛനും കൂടെ വരുമ്പോൾ ഇങ്ങനെ കയറണ്ട, പഠിപ്പുരയ്ക്ക് പുറത്ത് നിന്നാൽ മതി എന്ന് പറയുന്ന ആട്ടി ഓടിക്കുന്ന അതേ കാരണവർ 2.5 മണിക്കൂർ നാടകം അവസാനിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുകയാണ്, മാല എന്ന പെൺകുട്ടിയെ വിളിക്കുന്നത് മോളെ എന്നാണ് വിളിക്കുന്നത്. മോളെ, ആ കൊടിയിഞ്ഞതാ, ഞാനിതൊന്ന് ഉയർത്തി പിടിക്കട്ടെ. നാടകത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, നാടകം പരിവർത്തനം ഉണ്ടാക്കുകയാണ്. ആരെങ്കിലും ഉണ്ടാകുന്ന പരിവർത്തനം കാഴ്ചക്കാർ കാണുകയാണ്. നാടകം ആദ്യമായി കണ്ട സ്ഥലത്ത് ചവറയിലെ തട്ടാശ്ശേരിയിൽ ഈ നാടകം കണ്ട ആളുകൾ 7 പേരെങ്കിലും ഞാൻ അന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. 1952 ഈ നാടകം അവതരിപ്പിച്ചത്. അതിനുശേഷം 2000 KPSC ചരിത്രം എഴുതുമ്പോൾ 7 പേരെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ നാടകത്തോട് യോജിപ്പുണ്ടായിട്ടല്ല, കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നില്ല, ഞങ്ങൾ ഈ നാടകത്തെ എറിഞ്ഞു തകർക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ നാടകം തുടങ്ങിയപ്പോൾ എറിയാൻ മറന്നുപോയി, കൂക്കി വിളിക്കാൻ മറന്നുപോയി, പ്രതികരിക്കാൻ മറന്നുപോയി, ഞങ്ങൾ നാടകം കണ്ടിരിക്കുകയായിരുന്നു. നാടകം അവസാനിച്ചപ്പോൾ മോളെ ഈ ചെങ്കൊടി ഇഞ്ഞിതാ എന്ന് പറയുകയും പരമപിള്ള എന്ന കഥാപാത്രം മാലയിൽ നിന്ന് ചെങ്കൊടി ഉയർത്തി മുകളിലേക്ക് പിടിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആരോ ഒരാൾ വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്. ഞങ്ങളും കൂടി വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്. നാടകത്തെ എതിർക്കാൻ, നാടകത്തെ തകർക്കാൻ, കല്ലെറിയാൻ വന്ന ആളുകളും അറിയാതെ വിളിച്ചു, ആ സദസ്സ് മുഴുവൻ വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്. ഇന്നിപ്പോൾ 2026 ഇതാ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ നാടകത്തിൻ്റെ അവസാനം ആളുകൾ അത് ഏറ്റുവിളിക്കുന്നുണ്ട് എന്ന കാര്യവും ഒരു വസ്തുതയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു നാടകം എങ്ങനെയാണ് ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ റോബിൻ ജെഫ്രിയുടെ വളരെ പ്രസിദ്ധമായ പ്രഖ്യാതമായ കൃതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, കേരളത്തിൽ 1957 ആദ്യമായി ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് പ്രേരകമായിരുന്ന ഘടകങ്ങളിൽ ഒന്ന് നിശ്ചയമായിട്ടും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമായിരുന്നു എന്ന് ഡോക്ടർ റോബിൻ ജെഫ്രി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ തരത്തിൽ വലിയ ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തോപ്പിൽ ഭാസിയുടെ ആദ്യ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അതിനുശേഷം അദ്ദേഹം നാടകം എഴുതുന്നു. അതിലൊരു നാടകം കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ മാറ്റമുണ്ടാക്കിയതാണ്. അശ്വമേധം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ആ നാടകം ഇത് എഴുതാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരാൾ കുഷ്ഠരോഗം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു. അവിടെ അദ്ദേഹത്തെ പോയി കാണുമ്പോഴാണ് അവിടെ ഉള്ള ഒരു പെൺകുട്ടി ചായയുമായി വരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഡോക്ടറോട് ചോദിക്കുന്നു, ഇതാണ് ഈ കുട്ടി ആരാണ്? അപ്പോൾ ചോദിക്കാൻ അദ്ദേഹം ഡോക്ടർ പറയുകയാണ്, ഇത് കുഷ്ഠരോഗം വന്ന് ഇവിടെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്, പക്ഷേ കുഷ്ഠരോഗം ഭേദമായിട്ടും ഈ കുട്ടിയെ വീട്ടുകാർ കൊണ്ടുപോകുന്നില്ല, ആരുമില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോഴാണ് തോപ്പിൽ ഭാസിയുടെ മനസ്സിൽ വരുന്നു, കുഷ്ഠരോഗമെന്ന രോഗം ഭേദമായാലും സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തെരുവിലൂടെ പോകുന്ന കുഷ്ഠരോഗികളെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാലഘട്ടം. അത്തരമൊരു നിയമം അസംബ്ലിയിൽ, അന്ന് തോപ്പിൽ ഭാസി MLA ആണ്, അസംബ്ലിയിൽ അവതരിപ്പിച്ച ഘട്ടത്തിലാണ് തോപ്പിൽ ഭാസി എഴുന്നേറ്റ് ചോദിക്കുന്നത്, രോഗം ഒരു കുറ്റമാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യം നാടകത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് അശ്വമേധം എന്ന നാടകം വരുന്നത്. ഈ നാടകം അവതരിപ്പിച്ചതിന് ശേഷം തെരുവിലൂടെ ഓടിപ്പോയ ഒരൊറ്റ കുഷ്ഠരോഗിയെയും പോലീസ് പിടിക്കുകയും അസൈലത്തിലേക്ക് കൊണ്ട് തള്ളുകയും ചെയ്തിട്ടില്ല. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ശ്രമമുണ്ടായി, രോഗത്തെ കാരുണ്യത്തോടുകൂടി സമീപിക്കാനുള്ള ശ്രമമുണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് തോപ്പിൽ ഭാസി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തോപ്പിൽ ഭാസിയുടെ ഒളിവിലി ഓർമ്മകൾക്ക് ശേഷം എന്നിങ്ങനെയുള്ള 2 ആത്മകഥകൾ ഒരുമിച്ച് ഉള്ളതാണ് ഈ ഗ്രന്ഥം. രണ്ടാമത്തേതിനകത്ത് അദ്ദേഹത്തിൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിനായ പുത്രൻ, അശ്വമേധം, കൈയും തലയും പുറത്തരുത് എന്നീ 5 നാടകങ്ങൾ ഉൾപ്പെടുന്നതാണ് രണ്ടാമത്തെ വോളിയം. മൂന്നാമത്തെ വോളിയത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രഖ്യാതമായ മൂലധനം, തുലാഭാരം, പാഞ്ചാലി, ഒളിവിലെ ഓർമ്മകൾ, ജജനി എന്നീ നാടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞുകൊള്ളട്ടെ, ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകത്തിൻ്റെ ആത്മകഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നാടകകാരൻ സ്വന്തം ആത്മകഥയെ നാടകമാക്കുകയും അരങ്ങിൽ സംവിധാനം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകത്തിന് മാത്രമുള്ളൊരു പദവിയാണത്. ഒളിവിലെ ഓർമ്മകൾ ആത്മകഥയായിരുന്നു, അദ്ദേഹം പിന്നീട് അത് നാടകമാക്കി അരങ്ങിൽ അവതരിപ്പിച്ചു. പക്ഷെ നാടകമാക്കി അരങ്ങിൽ അവതരിപ്പിച്ചപ്പോൾ
തോപ്പിൽ ഭാസി ഉടനീളമുള്ള ഒലിവിളി ഓർമ്മകളിൽ ഒരിക്കൽ പോലും വേദിയിലേക്ക് തോപ്പിൽ ഭാസി വരുന്നില്ല എന്നതാണ്. സ്വയം മാറി നിൽക്കാൻ തയ്യാറായി നാടകത്തെ അരങ്ങിലേക്ക് കൊണ്ടുവന്ന ഒരു നാടകകാരനുമാണ് തോപ്പിൽ ഭാസി എന്നത് നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ തോപ്പിൽ ഭാസിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തനായിരുന്നു. ജീവിതത്തിൽ ഉടനീളം വ്യത്യസ്തത കാത്തു സൂക്ഷിച്ച മഹാനായ നാടകകാരൻ, മഹാനായ പൊതുപ്രവർത്തകൻ, MLA, ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട എഴുത്തുകാരൻ, സ്ത്രീപക്ഷപാതിയായ ഒരു ഒന്നാന്തരം എഴുത്തുകാരൻ. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാർ പറയുന്നുണ്ട്, മലയാളത്തിൽ സ്ത്രീപക്ഷ നാടക പ്രസ്ഥാനം ആരംഭിക്കുന്ന സത്യത്തിൽ തോപ്പിൽ ഭാസിയിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സ്ത്രീപക്ഷത്ത് നിന്ന കമ്മ്യൂണിസ്റ്റുകാരനായ പുരോഗമനവാദിയായ തോപ്പിൽ ഭാസിയെ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ കൃതികളെ പരിചയപ്പെടുത്തുവാനുമുള്ള ഒരു സാഹസമാണ് ഞാനിവിടെ നടത്തിയത്. ഈ വർത്തമാനത്തിൽ വന്ന പോരായ്മകളെല്ലാം എൻ്റേതാണെന്നും മികവ് മുഴുവൻ തോപ്പിൽ ഭാസിയുടേതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ട ഒരു വ്യക്തി എത്തി സദസ്സിലുണ്ട്. തോപ്പിൽ ഭാസിയുടെ മകൾ മാലയുടെ മകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മോളുടെ പേരെന്തുവാ? പേര് ചിത്ര. രണ്ട് വാക്ക് ഇങ്ങോട്ട് കുഞ്ഞു പോരെ, രണ്ട് വാക്ക് സംസാരിക്കും. എൻ്റെ പേര് ചിത്ര. ഞാനിവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫീസിൽ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാവരോടും പറയുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ കൊച്ചുമക്കളോട് എപ്പോഴും ഞാൻ പറയും, ഏറ്റവും ഭാഗ്യം കിട്ടിയ കൊച്ചുമോൾ ഞാനാണെന്ന്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അപ്പൂപ്പൻ മരിക്കുന്നത്. അപ്പൂപ്പൻ്റെ ആദ്യത്തെ കൊച്ചുമകൾ എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് ശബ്നം. ചേച്ചിക്കും ഈ പറഞ്ഞ പോലെ മറ്റു കൊച്ചുമക്കൾക്കില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അപ്പൂപ്പൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ചേച്ചി ജനിക്കുന്നത്. മീനമാസത്തിലെ കാർത്തികയിലാണ് അപ്പൂപ്പൻ ജനിക്കുന്നത്. ചേച്ചിയും ഒരു മീനമാസത്തിലെ കാർത്തികയിൽ തന്നെയാണ് ജനിച്ചത്. ചേച്ചി വളരെ സൈലൻ്റാണ്, അതുകൊണ്ട് ഇതിങ്ങനെ പറയില്ല. അപ്പം ഞാൻ പറയും, അത് എനിക്കായിരുന്നെങ്കിൽ ഞാനതൊരു ആഘോഷമാക്കി കൊണ്ടു നടന്നേനെന്ന്. 8 കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ പറ്റി എന്ന് ഉള്ളതിനോടൊപ്പം തന്നെ ഉള്ളതാണ് നിയമസഭയിൽ വളരെ കുറച്ച് കാലമാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റി എന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇപ്പം തന്നെ അപ്പൂപ്പൻ്റെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ ഇവിടെ നിൽക്കാൻ എന്നെ വിളിച്ച്, ഞാനിവിടെ സദസ്സിൽ എന്നെ വേദിയിലോട്ട് വിളിച്ച എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി എന്ന വലിയ ഒരു ഭാഗ്യവും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചെറിയ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് വിശ്വാൻ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, കേരളം കണ്ട ഏറ്റവും പ്രതിഭാധനനായ എഴുത്തുകാരനും വിപ്ലവകാരിയുമായ തോപ്പിൽ ഭാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളുടെ ഒരു സമാഹാരം പ്രഭാതി അടുത്ത കാലത്ത് പുറത്തിറക്കി. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച, വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ കെ രാജു അവറുകളാണ്. അദ്ദേഹത്തിന് നിങ്ങളെവരുടെയും പേരിൽ ഞാൻ ഹാർദമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രഭാതൻ്റെ കാരണവരായ സി ദിവാകരൻ അവറുകളാണ്. അദ്ദേഹത്തിന് നിങ്ങളെവരുടെയും പേരിൽ ഹാർദമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ഇതേ കൃതിയെക്കുറിച്ച് വിശദമായി സംസാരിച്ച ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഈ രംഗത്തെ പ്രതിഭാധനായ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് നിങ്ങളെവരെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രഭാതൻ്റെ ജനറൽ മാനേജർ പ്രൊഫസർ ചന്ദ്രബാബു അവറുകൾ നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിനും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കൃതജ്ഞത രേഖപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്ന പ്രഭാതൻ്റെ അതിഥികളെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും തോപ്പിൽ ഭാസിയുടെ ചെറുമകൾ ചിത്രയ്ക്കും
ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം അവസാനിച്ചിരിക്കും.